ഹായ് ഓൾ. ഫേസ്ബുക്കിൽ ലൈവ് എന്നുള്ളത് ചുമ്മാ നമ്മൾ ബട്ടൺ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ അവരോട് സംസാരിക്കുന്ന രീതിയല്ല. അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ ഫോളോവേഴ്സിനെ കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻഗേജ്മെന്റിനും കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോളോവേഴ്സ് ആയിട്ടുള്ള വിശ്വാസതയും നമുക്ക് കൂട്ടാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റീച്ച് കുറയാനും സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ റോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിന് റെസ്ട്രിക്ഷനും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് നമ്മൾ ലൈവ് ചെയ്യേണ്ടത്, ലൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ ലൈവ് നല്ല രീതിയിൽ റീച്ച് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട പോകുന്നത്. നമ്മൾ ലൈവിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്തിനാണ് ലൈവ് പോകുന്നത് എന്നൊരു കാര്യം ആദ്യം ഓർമ്മ വേണം. അത് പഠിച്ചു വെക്കണം. പിന്നെ ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് എന്ന ഒരു കാര്യം കൂടി വേണം. നമ്മൾ ഈ ലൈവ് ചെയ്യുന്നതിനെ കൊണ്ട് അവർക്ക് എന്ത് ഗുണം ലഭിക്കൂ, അതായത് നമ്മുടെ ഫോളോവേഴ്സിന് എന്ത് ഗുണം ലഭിക്കൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം. ഒന്നുമില്ലാതെ നമ്മൾ ചുമ്മാ ലൈവ് ഓൺ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ വെറുതെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. മറ്റുള്ളവർക്ക് ബോറടിച്ചിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ലൈവിൽ പോകുന്നതിന് മുമ്പായിട്ട്. ലൈവിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നല്ലൊരു നെറ്റ്വർക്കുള്ള ഏരിയയിൽ തന്നെയാണോ നിങ്ങൾ നിൽക്കുന്നത് എന്നൊരു. വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിലെ നെറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നെറ്റ്വർക്ക് പവറൊക്കെ ഉള്ള ഏരിയയിൽ തന്നെയാണോ നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ലൈവിൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അത്യാവശ്യം നിങ്ങൾ ഫോണിൽ കൂടി നിങ്ങൾ ലൈവിൽ പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് ഉണ്ടോ എന്ന് കൂടി നോക്കണം. അതല്ലാതെ 10% ചാർജും 15% ചാർജ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈവിൽ പോകുമ്പോൾ ചാർജ് പെട്ടെന്ന് തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഒരു 50% ഫോണിൽ ചാർജ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കണം. മൂന്നാമത്തെ കാര്യമാണ് മൈക്ക്. അത്യാവശ്യം ഹെഡ്സെറ്റ്, നല്ല സൗണ്ടുള്ള ക്വാളിറ്റി ഉള്ള ഹെഡ്സെറ്റോ അല്ലെങ്കിൽ മൈക്കോ നിങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലൈവിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. നാലാമത്തെ ഒരു കാര്യമാണ് അത്യാവശ്യം നല്ലൊരു വെട്ടം വെളിച്ചൊക്കെ ഉള്ള ഒരു ഏരിയയിൽ നിന്നിട്ട് വേണം നിങ്ങൾ. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് നല്ലൊരു ടൈറ്റിൽ. നിങ്ങൾ ലൈവിൽ പോകുന്നതിന് മുമ്പായിട്ട് അതിന് ഒരു ടൈറ്റിൽ, നമ്മൾ റീൽസിനൊക്കെ ടൈറ്റിൽ ചെയ്താറുണ്ടല്ലോ, അതുപോലെ തന്നെ ആ ലൈവിൽ നല്ലൊരു ടൈറ്റിലും തയ്യാറാക്കി വെക്കാനുള്ള ഓർമ്മ വേണം. പിന്നെ ആറാമത്തെ കാര്യം, നിങ്ങളുടെ ടോപ്പിക്ക്, നിങ്ങൾക്ക് ചില സമയത്ത് ലൈവിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ലൈവിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഏഴാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം നിങ്ങൾ ലൈവിൽ പോകേണ്ടത്. അതല്ലാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഡിസ്റ്റർബ് ഒക്കെ വരുന്ന ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈവിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ നല്ലൊരു പീസ്ഫുൾ, ആരെയും മറ്റു ശല്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ഏരിയയിൽ പോയിട്ട് വേണം നിങ്ങൾ ലൈവ് ചെയ്യാൻ വേണ്ടി. എട്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവിൽ പോകുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഔട്ട് സൈഡിലുള്ള TV ഓൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇപ്പുറം പിന്നെ പാട്ട് വെച്ചിട്ടോ നിങ്ങൾ ലൈവിൽ പോകരുത്. കാരണം അതിലുള്ള പാട്ട് നിങ്ങൾക്ക് അത് കോപ്പിറൈറ്റ് ആയി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി TV ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ ആ പാട്ട് ഓഫ് ആക്കിയിട്ട് വേണം നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒമ്പതാമത്തത്, ഫോണ് പരമാവധി സൈലന്റ് മോഡിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കോള് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് സൈലന്റ് മോഡിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ പത്താമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മുടെ ഫോളോവേഴ്സ് നമ്മളോട് എന്തെങ്കിലും കമന്റിൽ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം. അവരുടെ പേര് വിളിച്ചിട്ട് തന്നെ റിപ്ലൈ കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരില്ലേ. അപ്പം അവര് കുറച്ചും കൂടി എൻഗേജ്മെന്റ് ആവാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ലൈവിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അതല്ലാതെ നമ്മൾ ഒരു ലൈവിൽ പോയിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഇല്ലാണ്ട്, ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഒരു ലൈവിൽ പോയിട്ട് ഇങ്ങനെ തല കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലൈവ് ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പം നിങ്ങളുടെ ഫോളോവേഴ്സിനെ നിങ്ങൾ എൻഗേജ്മെന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ലൈവിലെങ്കിലും പോയിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ പിന്നെ അവരായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫോളോവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടാനും സാധ്യതയുണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് കൂടാനും സാധ്യതയുണ്ടാവും. അതിലൂടെ നിങ്ങളുടെ അക്കൗണ്ട് കൂടുതൽ ഗ്രോത്ത് ആവാനും സാധ്യതയുണ്ടാവും. കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടാത്തവരോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ആഴ്ചയിൽ 1-2 ലൈവെങ്കിലും പോകണം എന്നുള്ള കാര്യം. നിങ്ങൾ ലൈവിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ലൈവിൽ പോകാൻ. ലൈവിൽ പോകുന്നത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ആ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ലഭിക്കാനുള്ള സാധ്യത കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ പോകുമ്പോൾ അത് ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുള്ളൊരു കാര്യം ഫേസ്ബുക്കിന് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ടൂൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലും ആവുന്നത്.
ഓക്കെ, അപ്പൊ ലൈവുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിൽ അന്നെ ഫോളോ ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.